എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കരിമീൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 കരിമീൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ വരഞ്ഞെടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 2 മീനും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ മാരിനേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മസാലയും കൂടി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇനി നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചുവന്നുള്ളി ഒന്ന് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തു, അതുപോലെ 3 വെളുത്തുള്ളി ചേർത്തു, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയൊക്കെ പെട്ടെന്നൊന്ന് അരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എരിവ് കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ്. അതും 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതിൽ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് അരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ കരിമീൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. അതുകൊണ്ട് ഞാനിപ്പോൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരിയും ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം മസാല ഉണ്ടാവേണ്ടത്. ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഫിഷ് വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. ഇതിപ്പോൾ 2 മീനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മസാല ഒരല്പം കൂടുതലാണ്. നമുക്ക് ഈ മീനിൽ തേച്ചതിന് ശേഷം മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മസാല ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2-3 ദിവസമൊക്കെ കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കും. ഫിഷിൽ നമുക്ക് നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കാം. നമ്മൾ മസാല അരച്ചെടുക്കുമ്പോൾ അതിൽ ഒരുപാട് വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും മസാലയൊക്കെ ഫിഷിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് വേണം മസാല റെഡിയാക്കാൻ. ഇപ്പോൾ ഞാൻ ഈ ഫിഷ് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഈ മസാലയൊക്കെ ഫിഷിൽ നന്നായിട്ടൊന്ന് പിടിക്കും. ഇത് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിനായിട്ട് വെച്ച് കൊടുക്കാം. കരിമീൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കരിമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കരിമീനും ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മീനും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മീനൊന്നും പൊടിഞ്ഞു പോകരുത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇന്നത്തെ കരിമീൻ ഫ്രൈയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്